പള്ളിയില് നമ്മൾ ഖത്താബ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് കയറുമ്പോ കരഞ്ഞോണ്ട് കയറാണ്, പൊട്ടിക്കരയാണ്, ഭയങ്കര കരച്ചില്. അങ്ങനെ നമ്മൾ ഖത്താബ് കരയലില്ല. കാരണം ഖത്താബ് നല്ല ത്രാണിയുള്ള, ശേഷിയുള്ള, മനക്കരുത്തുള്ള, നല്ല ധൈര്യമുള്ള ആളാണ്. പെട്ടെന്ന് അങ്ങനെ കരയൊന്നുമില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്താ ഇങ്ങനെ ഒരു കരച്ചിലെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഖത്താബ് പറഞ്ഞു, പടിവാതിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കരയുണ്ട്, ഓന്റെ കരച്ചിലുണ്ടപ്പോ എന്റെ നെഞ്ച് വളർന്ന് കരയാണ് നബിയെന്ന് പറഞ്ഞു. അഹറക ബുകാഉഹു ഫുആദി യാ റസൂലല്ലാഹ്, ഓന്റെ കരച്ചിൽ എന്റെ നെഞ്ചിനെ പിളർത്തി മുത്ത് നബിയെ, അതിനാത്രം കരയുണ്ടോ അല്ലെന്ന് ഒരു ചെറുപ്പക്കാരൻ. ആ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ അദ്ഖിൽഹു അലയ്യ, ഓനെ അങ്ങോട്ട് കയറ്റിക്കോ, ഇങ്ങോട്ട് വരാൻ പറയാം. ഖത്താബ് ആ ചെറുപ്പക്കാരനോട്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോട് തന്നെ അന്ന റസൂല വിളിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരൻ തങ്ങളെടുത്ത് തന്നപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശരീരം വിറച്ച് കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുണ്ട്. എന്താ മോനെ എങ്ങനെ കരയണേന്ന് വെച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദുനൂബി അബ്കത്നി യാ റസൂലല്ലാഹ്, എന്നെ ഇത്രമാത്രം കരയിപ്പിച്ചത് എന്റെ തെറ്റുകളാണ് നബിയേ, തെറ്റുകളോർത്ത് കരയുകയാണ് യാ റസൂലല്ലാഹ്. അപ്പോൾ മുസ്തഫ നബി ചോദിച്ചു, ഇത്രമാത്രം നീ കരഞ്ഞില്ലേ, നിന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും മോനെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, മുത്ത് നബിയേ, എന്റെ തെറ്റ് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നബിയേ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞ് വിതുമ്പുന്ന ഈ ചെറുപ്പക്കാരനോട് മുത്തുനബി ചോദിക്കുകയാണ്, നിന്റെ തെറ്റാണോ വലുത്, ആകാശങ്ങളാണോ വലുത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദംബി അഅലമു മിനസ് സമാവാതി വൽ അർളീന യാ റസൂലല്ലാഹ്, 7 ആകാശത്തിനേക്കാൾ 7 ഭൂമിയേക്കാൾ വലുത് എന്റെ തെറ്റ് തന്നെയാണ് നബിയേ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് യാ റസൂലല്ലാഹ്. അപ്പോൾ മുസ്തഫ നബി ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നിന്റെ തെറ്റാണോ വലുത്, അള്ളാന്റെ അർശാണോ വലുത്? ചെറുപ്പക്കാരൻ വിട്ടില്ല, ദംബി അഅലമു മിനൽ അർശി യാ റസൂലല്ലാഹ്, അർശിനേക്കാൾ വലുത് എന്റെ തെറ്റാണ് നബിയേ. മുത്തനബി ചോദ്യം മാറ്റി, നിന്റെ തെറ്റാണോ വലുത്, പടച്ചവന്റെ കുർസിയാണോ വലുത്? അള്ളാന്റെ അർശിനേക്കാൾ കുർസിനേക്കാൾ വലുത് എന്റെ തെറ്റ് തന്നെയാണ് നബിയേ. പടച്ചവന്റെ സൃഷ്ടികളിൽ നിന്ന് ഏതെടുത്ത് ചോദിച്ചാലും അതിനേക്കാൾ വലുത് ഇവന്റെ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് മുസ്തഫ നബിയുടെ മുമ്പിൽ കരഞ്ഞ് തകരുന്നൊരു ചെറുപ്പക്കാരനോട് അവസാനമായി അള്ളാന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ തെറ്റാണോ വലുത്, അല്ലാഹുവിന്റെ അഫ്വാണോ മഗ്ഫിറത്താണോ വലുത് മോനെ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ് എന്റെ തെറ്റിനേക്കാൾ വലുത് നബിയേ. ഇതിപ്പോ കേൾക്കണം, അതുകൊണ്ടപ്പ പറയണം, മഗ്ഫിറത്ത് കഴിഞ്ഞു തുടങ്ങി. ബദറിന്റെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പോ കേൾക്കണം. ലാസ്റ്റ് കുടുങ്ങി, നിന്റെ തെറ്റാണോ വലുത്, പടച്ചോന്റെ മഗ്ഫിറത്താണോ വലുത് എന്ന് വെച്ചു. അതിനിപ്പോ മഗ്ഫിറത്തിനേക്കാളും വലുത് തെറ്റാന്ന് പറയാൻ ആർക്കും പറ്റൂല. അതില് കുടുങ്ങി സ്റ്റക്കായി. എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് തേങ്ങി തേങ്ങി പറഞ്ഞു, ആ അള്ളാന്റെ അഫും മഗ്ഫിറത്തും തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല, എന്നാ ഞാൻ അടങ്ങിക്കോ, അള്ളാന്റെ ദോഷങ്ങളൊക്കെ പുറത്തു വരും, ഈ അതിനാത്രം കരഞ്ഞിക്കണേ. അപ്പൊ സംഗതി ശാന്തായിട്ടോ. ഒക്കെ കഴിഞ്ഞപ്പോ മുത്തനബി ചെറുപ്പക്കാരനോട് ചോദിച്ചു, അഖ്ബർനി അൻ ദംബിക, ഇജ്ജ് എന്ത് ചെയ്തിട്ടാണ് കരയുന്നത്, അന്റെ ആ തെറ്റൊന്നും ഇങ്ങോട്ട് പറഞ്ഞോടുക. പറയണില്ല.
അവൻ പറഞ്ഞു അസ്തഹി മിൻക യാ റസൂലല്ലാഹ്, നിങ്ങളോട് പറയാൻ എനിക്ക് ബെജ നബിയെ നാണാണ്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞു, ഈ കണ്ട് പറയെന്ന് പറഞ്ഞു. അതിലിവൻ പറച്ചിൽ തുടങ്ങി, കുന്തു നബ്ബാസൻ യാ റസൂലല്ലാഹ്, ഞാൻ ഖബർ കുഴിക്കുന്ന ആളായിരുന്നു. മുൻദു 70 സിനീൻ, ഒരു 7 കൊല്ലമായി എന്റെ ജോലി ഖബർ കുഴിക്കലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ ഗ്രാമത്തിൽ അൻസാരി കുടുംബത്തിൽപ്പെട്ട സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടി മരിക്കുന്നത്. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരുപാട് ആളുകൾ നോട്ടം വെച്ചതായിരുന്നു. ഗ്രാമം കണ്ട സുന്ദരിയായിരുന്നു, സുശീലയായിരുന്നു. നബിയേ, അവളെ കണ്ടാൽ ഹൃദയം ചാഞ്ചാടാത്ത ചെറുപ്പക്കാരില്ല. അവളെ മരുമകളായി കിട്ടാൻ ആഗ്രഹിക്കാത്ത പ്രായമുള്ളവരില്ല. അത്ര വലിയ സുന്ദരിയായ ചെറുപ്പക്കാരിയായിരുന്നു. ഇടക്കാലത്ത് രോഗം വന്ന് മരിച്ചു പോയതാണ്. മുത്തുനബിയെ, അവൾക്ക് വേണ്ടിയും ഖബർ കുഴിച്ചത് ഞാൻ തന്നെയാണ്. അവളെ ഖബറിലേക്ക് ഇറക്കി വെച്ചതും ഞാൻ തന്നെയാണ്. രാത്രിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഒലബാലയ്യ ശൈത്താൻ എന്നെ വന്നുകൊണ്ട് സുയിപ്പാക്കി. നബിയെ, ഈ രാത്രിയിൽ നീ പോയി അവളെ ഖബറൊന്ന് കുഴിച്ചെടുത്താൽ ആ സുന്ദരിയായ ചെറുപ്പക്കാരി ജീവൻ പോയാലും പകർച്ചയില്ലാതെ ശരീരം അവിടെ കിടക്കുകയല്ലേ. നിനക്ക് ശരീരമല്ലേ ആവശ്യമുള്ളത്? ആരും അറിയാതെ ഇരുളിന്റെ ഉള്ളറയിൽ നിനക്ക് വേണമെങ്കിൽ മയ്യത്തിനെ വിഭജിക്കാമല്ലോ. ഈ ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി. ചെറുപ്പക്കാരൻ തുടരുകയാണ്, കുന്തു നബ്ബാസൻ യാ റസൂലല്ലാഹ്, ഞാൻ ഖബർ കുഴിക്കുന്ന ഒരാളായിരുന്നു നബിയേ. എന്റെ നാട്ടിൽ അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ സുന്ദരി മരിച്ച സമയത്ത് പാതിരാവിൽ എന്നെ പിശാച് കീഴ്പ്പെടുത്തി. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അപ്പോൾ ആരും അറിയാതെ പാതിരാവിന്റെ ഉള്ളറയിൽ ആ പെങ്ങളുടെ ഖബർ ഞാൻ തിരക്കി ചെല്ലുകയാണ്. കുഴിച്ച എനിക്കറിയുമല്ലോ എവിടെയാണ് ഖബർ എന്നത് നബിയേ. ആരുമറിയാതെ ഖബറിന്റെ അരികിലെത്തിയിട്ട് ഞാൻ മണ്ണ് മാന്താൻ തുടങ്ങി. യാ റസൂലല്ലാഹ്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? കാരണം ഇതിങ്ങനെ തുടങ്ങിയാ എവിടുക്കാപ്പത് പോണെന്ന് ഇപ്പൊ മനസ്സിലാവുമല്ലോ. അതിങ്ങനെ കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഖൽബിന്റെ അവസ്ഥ എന്തായിരിക്കും? ജീവിതത്തിൽ തെറ്റിന്റെ ലാഞ്ചന പരിചയമില്ലാത്ത മുഹമ്മദ് മുസ്തഫ എന്തായിരിക്കും അപ്പത്തെ അവസ്ഥ? ഞാനപ്പോ കിതാബിൽ ഈ ചരിത്രം കണ്ടപ്പോ ഞാൻ ചിന്തിച്ച അതാണ്, എന്റെ ഹബീബിന്റെ അപ്പത്തെ ഖൽബിന്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ കേൾക്കുമ്പോ? ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പറയാൻ പറഞ്ഞല്ലേ. അവസാനം ഞാൻ മണ്ണൊക്കെ ഇളക്കി നബിയേ. സുന്ദരിയായ ആ പെണ്ണിനെ കഫൻ തുണിയോടെ ഞാൻ പുറത്തേക്ക് താങ്ങിയെടുത്തുകൊണ്ട് കിടത്തി. യാ റസൂലല്ലാഹ്. കണ്ണിങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ ചരിത്രം പറയുന്നത്. റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പച്ച ശരീരത്തിൽ നിന്ന്, മയ്യിത്തായി കിടക്കുന്ന പച്ച ശരീരത്തിൽ നിന്ന് കഫൻ തുണി ഞാനങ്ങ് മാറ്റിയിട്ട് അവളുടെ ഔറത്ത് വരെ ഞാനങ്ങ് നീക്കി. എന്നിട്ട് ശരീരത്തിൽ ഞാനങ്ങ് കടന്നു. മയ്യിത്തിനെ വെച്ചുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചു. യാ റസൂലല്ലാഹ്. അൽ ഹസൻ തുമ്മൽ ഹുസൈൻ ലിന്നബി റൈഹാനതൻ ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്.
ഒരു 3 സലാത്ത് ആള് കുറഞ്ഞാലും കൂടിയാലും ഏത് സദസ്സിൽ ഞാൻ വരുന്നത് സലാത്തിന് യാചിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു സലാത്തിന്റെ ഭിക്ഷാടകനാണ്. മദീനയിലേക്ക് സലാത്ത് സദസ്സിൽ നിന്ന് സമർപ്പിച്ചാൽ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തും പ്രതീക്ഷിക്കുകയാണ്. ഒരു 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, പാവങ്ങളായ പാപികളായ നോമ്പുകാരായ പേരിനെങ്കിലും പട്ടിണി കിടക്കുന്ന ഞങ്ങളിൽ നിന്ന് ഹബീബിന്റെ മേലിൽ ചൊല്ലിയ സലാത്ത് നീ കബൂലാക്കണേ റബ്ബേ. അത് മദീനയിൽ എത്തിക്കണേ റബ്ബേ. നിന്റെ മഹളായ ഫضل കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് ദോഷങ്ങളുടെ ചേറുകൾ നീക്കിത്തരണേ അല്ലാ. പാടുകൾ മായ്ച്ചു തരണേ അല്ലാ. ഇനി ഞങ്ങൾ ശ്രദ്ധിക്കാം അല്ലാ. ദോഷങ്ങളില്ലാത്ത ജീവിതം തരണേ അല്ലാ. തഖ്വയുള്ള നല്ല നാളുകൾ തരണേ അല്ലാ. പലരുടെയും മുടികൾ നരച്ചിട്ടുണ്ട്, പലർക്കും ഊരവേദന തുടങ്ങിയിട്ടുണ്ട്, കാലുവേദന തുടങ്ങിയിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത കുട്ടികളും സദസ്സിലുണ്ട്. പക്ഷെ ആർക്ക് എപ്പോഴാണ് ജീവിതം നീ പിൻവലിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അത് വലിയ ആഗ്രഹമാണ്. മരിക്കുന്ന സമയത്ത് ഉറക്കെ ഒന്ന് ദിക്ർ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കണം. നിന്റെ ഹബീബിനെയും കാണണോ. അതിന് എന്തൊക്കെയാണോ ഞങ്ങളിൽ തടസ്സങ്ങളുള്ളത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണവുമില്ലാതെ ആ തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സയ്യിആത്തൊക്കെയും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ആന്തരികവും ബാഹ്യവുമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ശിർക്ക്, കുഫർ, നിഫാഖ്, റിയാ, സൂജ്, അദാവത്ത്, ശഹവത്ത്, വിദ്അത്ത്, ഖവാത്തിറുകളിൽ നിന്ന് ഞങ്ങളെ, മക്കളെ, ശിഷ്യരെ, തലമുറയെ, കുടുംബക്കാരെ, അയൽവാസികളെ, ദുആക്ക് ആവശ്യപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് വീടുകളില്ലാത്തവർക്ക് വീടുകൾ നൽകണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് തളർന്നു കിടക്കുന്ന രോഗികളെ നീ എഴുന്നേൽപ്പിക്കണേ അല്ലാ. മൂത്രക്കല്ലുള്ളവരുണ്ട്, ശിവയാക്കണേ അല്ലാ. ഷുഗറുള്ളവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാ. ബ്ലോക്ക് ഉള്ളവരുണ്ട്, നീക്കിക്കൊടുക്കണേ അല്ലാ. കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക് അർഹരായ ഗുണകാംക്ഷികളെ നീ കൊടുക്കണേ ഇണകളയായ റബ്ബേ. ബിന്നബിയിൽ മുസ്തഫ. അപ്പൊ ചെറുപ്പക്കാരെ ഇങ്ങനെ വിശദീകരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് ദേശത്തിന്റെ ഒരു തീജ്വാല പോലെ ഇതുകൊണ്ട് പറഞ്ഞോടുകൂടി അള്ളാഹിന്റെ റസൂല് ചരിത്രത്തെ കാണുന്ന അറിയോ, വസബ റസൂലുള്ളാഹി എന്നാണ്. നേരെ അർത്ഥം പറയുകയാണെങ്കിൽ ഇരിക്കണോട് നിങ്ങോട്ട് ചാടി, ദേഷ്യം പിടിക്കൂലേ. ഇതിപ്പോ ആരും കൊളർക്കൂലല്ലോ, ഇങ്ങനെ കടുങ്കൈ ചെയ്യുന്നു. ധാരാ കൊളർക്ക, ഇരിക്കണോട് നിങ്ങോട്ട് ചാടി. അവന്റെ പെരടി കൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, ഓടാ തമ്മാടി. അതുവരെ പറഞ്ഞതൊക്കെ അങ്ങോട്ട് പോയി. ഓടാ തമ്മാടി. അള്ളാന്റെ നരകത്തിന്റെ വിറക് കീറ ഓടുന്നു. കാരണം എന്താണ് ഇപ്പൊ ഈ ചെയ്തു കൂട്ടിയത്? കബറ് കിടക്കുന്ന പെണ്ണിനെ കുഴിച്ചെടുത്തിട്ട് വ്യഭിചരിച്ചു എന്നോ?
എന്റെ നെതലിവിടെ കാണാൻ പാടില്ല, പോടുന്നു. അള്ളാന്റെ റസൂലാണ്ട് ആട്ടിയാലേ എവിടുക്കാഞ്ഞു പോവാ. പക്ഷേ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ചെറുപ്പക്കാരൻ നിരാശനായില്ല. എന്തേ കാരണം? قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ആ ജമിയ എന്നുള്ളതിൽ ഇതും പെട്ടുകണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. റസൂലുള്ളാഹിക്ക് റഹ്മത്ത് കൊടുത്തത് അള്ളയാണ്, ആമിന ബീവി അല്ല, അള്ളയാണ് കൊടുത്തത്. റസൂലുള്ളാഹിനെ റഹ്മത്തുൽ ആലമീൻ ആക്കിയതും അള്ളയാണ്. അതിന്റെ മേലെ റഹ്മത്ത് അള്ളാന്റെ അടുത്തുണ്ട്. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റഹ്മത്ത് മൊത്തം മുത്തുനബിക്ക് കൊടുത്തെന്ന് പറയാൻ പറ്റൂല. അതിന്റെ മേലെ റഹ്മാൻ അള്ളയാണ്. മുത്തുനബിന്റെ റഹ്മത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ള ഷഫാത്ത്, അതൊക്കെ ശരിയാണ്. റസൂലുള്ളാഹിനെ മാറ്റി വെച്ചിട്ട് അള്ളാഹിനെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. അള്ളാഹ് നമ്മളെ വലിച്ചെറി. അങ്ങനെ അള്ളാഹ് ഭൂമിയിൽ വെച്ച വാതിലാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇക്കൂടി അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് അംഗീകരിച്ചേ തീരും. പക്ഷേ റസൂലുള്ള വീട്ടിൽ നിന്ന് ആട്ടിയ ചെറുപ്പക്കാരൻ അടങ്ങിയില്ല. ഞാൻ നരകത്ത് പോകുന്നു ഉറപ്പിച്ചില്ല. നേരെ അങ്ങോട്ട് മലമുകളിൽ കയറിയിട്ട് സുജൂദ് കിടന്നിട്ട് നിലം വിളിയും തുടങ്ങി. ഉമ്മാരെ, ഈ ചെറുപ്പക്കാരൻ 40 ദിവസങ്ങളോളം കൃത്യമായി വെള്ളം കുടിച്ചില്ല, അന്നം കഴിച്ചില്ല. സങ്കടപ്പെട്ട് ദുഃഖഭാരത്തോടെ കരഞ്ഞ് തളർന്ന് സുജൂദിൽ തന്നെ 40ാമത്തെ ദിവസം റഫഅ റഅസഹു ഇലസ്സമാ. 40ാമത്തെ ദിവസം മേലേക്ക് തല 40 അങ്ങനെ പൊന്തിച്ചിട്ട് തന്നെയല്ല, 40 ദിവസം മേപ്പെട്ട് നോക്കിയിട്ട് തന്നെയല്ല. നാണം കൊണ്ട്. അവിടെ അള്ളുള്ളതുകൊണ്ടല്ല, ദ്വാരക്കണ ഏരിയ അതാണല്ലോ. അതുകൊണ്ടാണ് അയിക്കൂടി ഇബ്ലീസ് വരൂല എന്ന് ചില മഹാന്മാര് പറയുന്നത്. ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ ബനു ആദമിന്റെ മുമ്പ് കൂടി വരും, ബാക്ക് കൂടി വരും, വലത്ത് കൂടി വരും, ഇടത്ത് കൂടി വരുന്ന, മേലെ കൂടി അടിയിൽ കൂടി വരുന്ന വർത്താനം പറഞ്ഞിട്ടില്ല. കാരണം മേലെ ദ്വാരക്കണ സ്ഥലമാണ്, അവിടെ ഇബ്ലീസ് വന്ന ആകെ കൊള്ളാവും. അടിഭാഗം സുജൂദിന്റെ സ്ഥലം, അയിക്കൂടി വന്നാൽ സ്വീപ്പാവും. അത് രണ്ടും ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇതും അതും. അതിനാണ് നോമ്പ്. അതിന് തടസ്സം ബത്തിനായിരുന്നു, ബത്തിന് ഫർജു ആയിരുന്നു. അത് രണ്ടാണ് ബ്ലോക്കാക്കി. കുത്തിബ അലൈക്കും സിയാം. നീ സുജൂദ് ചെയ്തോളി, ദ്വാരുന്നോളി, ഞാൻ റെഡിയാണ്. ഞാനെന്ന് തന്നെ അള്ളാഹ് പറഞ്ഞത്. ഇനിയും തിരിഞ്ഞു നോക്കാതെ, ഇനിയും സുജൂദ് ചെയ്യാതെ, ഇനിയും ദ്വാരക്കാതെ വെറും പട്ടിണിയിൽ മാത്രമാണ് നോമ്പ് കലാശിക്കുന്നതെങ്കിൽ റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ മുഹമ്മദ് മുസ്തഫ. എത്ര നോമ്പുകാരാണ്, ഓൽക്ക് പട്ടിണി അല്ലാതെ വേറെ നേട്ടമൊന്നുമില്ലാന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടരുത്, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചിന്തിക്കണേ. അപ്പോ നിങ്ങൾ ഉറങ്ങണുണ്ടോ? ഇല്ലല്ലോ. ഉറങ്ങണ്ടോ? നിങ്ങൾക്ക് മടുത്തോ? എനിക്ക് ഞാൻ സുബീനേശ്വരി ഒരു പരിപാടി കഴിഞ്ഞിട്ടപ്പോ ഈ വരണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയും പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾ മടുത്തക്കണേ, ഞാൻ ഇപ്പൊ ഇവിടെ ബ്രേക്ക് ഇടും. മടുത്തോ? ഇല്ലല്ലോ. മടുത്തുകണോ? ഇല്ല. എന്നാ കേട്ടോളിട്ടോ, ഈ ചെറുപ്പക്കാരൻ റസൂലുള്ള പൊരിന്ന് ആട്ടിയിട്ട് നേരെ പോയത് അള്ളാന്റെ റഹ്മത്ത് തേടിയിട്ട് മലന്റെ മോൾക്ക. അവിടെ കിടന്നിട്ട് അങ്ങോട്ട് സുജൂദ് കിടന്നിട്ട് നിലയും വിളിയും തുടങ്ങി. കിടന്ന് കരിയന്നെ 40 ദിവസമാകുമ്പോ ക്ഷീണിച്ച് മെല്ലിച്ച ആള് ഇപ്പൊ പെട്ടെന്ന് കണ്ടാ തിരിച്ചറിയില്ല. മേപ്പെട്ട് നോക്കി,
മേപ്പെട്ട് നോക്കിയിട്ട് ഒരു വർത്താനാണ്ട് പറഞ്ഞു. അല്ലാഹുവേ ഇൻ ഗഫർതലി 40 ദിവസമായി ഞാൻ എൻ്റെ തെറ്റോർത്ത് തുടർച്ചയായി കരയുകയാണ്. നീ എങ്ങാനും എൻ്റെ തെറ്റുകൾ പുറത്തു തന്നെങ്കിൽ ആലിം മുഹമ്മദൻ നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫാക്ക് എൻ്റെ തെറ്റുകൾ പുറത്തു തന്നത് നീയൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ തെറ്റുകൾ നീ പുറത്തു തന്നത് നിന്റെ ഹബീബിനൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. വല്ലാത്തൊരു ദുആയാണ്. ഞാൻ അവിടുന്ന് ആട്ടിയതല്ലേ, നീ റസൂലുള്ളാന്റെ കാൽക്ക പിടിക്കണ്ടേ, എന്നാലല്ലേ അള്ളാനെ കിട്ടുള്ളൂ. നീ എന്റെ തെറ്റുകൾ പുറത്തു തന്നെങ്കിൽ നീ നിന്റെ ഹബീബിന് മുഹമ്മദ് മുസ്തഫാക്ക് ആ കാര്യമൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. വൈലം തഗ്ഫർലി, ഇനി 40ാമത്തെ ദിവസവും നീ എന്റെ തെറ്റുകൾ പുറത്തു തന്നില്ലെങ്കിൽ അർസിൽ അലയ്യ നാറൻ മിനസ് സമാ, ആകാശത്ത് നിന്നൊരു തീനാളം ഇറക്കി എന്നെ നീ ഈ മലമുകളിൽ കരിക്കട്ടയാക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞു. 40ാമത്തെ ദിവസം പടച്ചവനോട് മനം പൊട്ടിയിട്ടൊരു ദുആയാണ്, റബ്ബേ നീ എന്റെ ദോഷങ്ങൾ പുറത്തുവെങ്കിൽ നിന്റെ ഹബീബിനെ അത് അറിയിച്ചു കൊടുക്കണേ അല്ലാ. നീ എന്റെ ദോഷം പുറത്തില്ലെങ്കിൽ ആകാശത്ത് നിന്നൊരു തീജ്വാല ഇറക്കി എന്നെ നീ കരിക്കട്ടയാക്കണേ റബ്ബേ. വനജ്ജിനീ മിൻ അദാബിൽ ആഖിറ, അതോടുകൂടിയ ആഖിറത്തിന്റെ തീനാളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ അല്ലാ. തീ ഇവിടുന്ന് മതി, നാളത്തെ തീ വേണ്ടെന്ന് പറഞ്ഞു. നരകത്തിലെ തീ അനുഭവിക്കാൻ കഴിയില്ലല്ലോ. ആ ചരിത്രം വിടല്ലേ. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ. പടച്ചോനെ, അള്ളാന്റെ ഒരു സ്നേഹം നോക്കാൻ നിങ്ങൾ. ഈ ഒരു ഡയലോഗോട് കൂടി അള്ള പറഞ്ഞു, ജിബ്രീലെ മുത്തനബിന്റെ അടുത്തേക്ക് പോയിക്കോളി. ഒരു 3-4 ചോദ്യം റസൂലുള്ളാഹിനോട് അള്ള. ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ള ഇങ്ങക്ക് സലാം പറഞ്ഞിരിക്കണേ. യുക്രിയുക്കല്ലാഹു അലൈക്കസ്സലാം, അല്ലാഹുവിന്റെ സലാമുൻ നിങ്ങൾക്കുണ്ട് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കണോ ആയിക്കോളിട്ടോ. ഇന്നല്ലാഹ ഹുവസ്സലാം വമിൻഹുസ്സലാം വഇലൈഹി യർജിഉസ്സലാം വഅലൈക്കുമുസ്സലാം യാ ജിബ്രീൽ വഅലൈക്കുമുസ്സലാം യാ ജിബ്രീൽ. അള്ളാന്റെ സലാം അങ്ങനെ കൊടുക്കണ്ടേ, അല്ല അള്ളാഹ്ക്ക് സലാം ഉണ്ടാട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇന്നല്ലാഹ്, അള്ളാഹ് തന്നെയാണ് സലാം. അള്ളാഹിൽ നിന്നാണ് സലാം, അള്ളാഹിലേക്കാണ് സലാം. നിങ്ങൾക്കും സലാം ജിബ്രീലേ. ഇതേ മറുപടി ഖദീജ റളിയല്ലാഹു തആല അൻഹ ജബലന്നൂറിന്റെ മുകളിൽ വെച്ചിട്ട് പറഞ്ഞ മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. ഖദീജ ഉമ്മ വഫാത്തായത് ഈ മാസത്തിലാട്ടോ, അതറിയില്ലേ? അവർക്ക് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. നോമ്പ് 10-നാണ് അവർ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരിതേ മറുപടി പറഞ്ഞിട്ടുണ്ട്. ജബലന്നൂറിന്റെ ഗുഹയിലെ ഹിറാ ഗുഹയിലെ മുത്തനബി ഇങ്ങനെ ഇരിക്കും. കേറിക്കണോ? കേറിക്കണോ? എന്താ നിങ്ങളൊരു ഉഷാറിൽ മറുപടി വരാത്ത? കേറിക്കണോ? ആ, ഹജ്ജിന്റെ ഉംറന്റെയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് ഇഷ്കിന്റെ കാര്യം. ഇഷ്കുള്ളവര് കയറും. ഞാൻ കയറിയാണ്. കാരണം ആ ഗുഹന്റെ ഉള്ളിൽ ഇരുന്ന ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇരുന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിന്റെ മക്കളതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ മക്കളതിലാണ് ഇരിക്കുന്നത്. ഏതാണ് ആ മക്കളത്? ഭാര്യമാര് പോലും ബഹുമാനിച്ച മക്കളതാണ് മുഹമ്മദ് മുസ്തഫാന്റെ മക്കളത്. ഉമ്മു ഹബീബ ബീവി റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവരുടെ മോളാണ്. പിന്നെ ഇസ്ലാമിലേക്ക് വന്നല്ലോ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മോളെ കാണാൻ വേണ്ടി വാപ്പ വന്നു. അന്ന് കാഫറാണ്, ശത്രുവാണ്.
മോള് റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ വരുമ്പോ കാഫറാണെങ്കിലും ബാപ്പാനൊരു ബഹുമാനല്ലേ. മോള് സ്വീകരിച്ചിരുത്തിയപ്പോഴേ അവിടെ ഒരു ചെറിയ മണ്ണുകൊണ്ട് തേമ്പി പിടിച്ചൊരു തിണ്ണ കണ്ടു അബൂ സുഫിയാൻ. അവിടെ ഇരുന്നു. അപ്പൊ മോള് അതാ മഖഅദു റസൂലില്ലാഹ്, ഭാര്യ അവിടെ ഇരിക്കരുത്, ആ റസൂലുള്ള ഇരിക്കുന്ന സ്ഥലമാണ്, അവിടെ ഇരിക്കരുത് എന്ന്. നമ്മളെ ഭാര്യമാരെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാരെ എണീപ്പിക്കുവോ? ചളിയാവുന്ന കരുതി എണീപ്പിക്കും. നമ്മളെ മുബാറക്കായ മനുഷ്യനാന്ന് എനിക്ക് എണീപ്പിക്കുവോ? അവിടെ ഇരിക്കരുത്, അതാ ബാപ്പാനോടാണ് പറഞ്ഞത്. അവിടെ ഇരിക്കരുത്, അതാ മഖഅദു റസൂലില്ലാഹ്, അള്ളാന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലം. എനിക്ക് അവിടെ നിന്നാണ് ബാപ്പാനെ വേറെ സ്ഥലത്തെ എത്തിയത്. ബാപ്പയാവുന്ന അബൂ സുഫിയാൻ ചിന്തിച്ചു, ഇതെന്തൊരു മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖദീജ ബീവി അള്ളാന്റെ റസൂലിന് പലഹാരം ഉണ്ടാക്കണയിൽ അതിവിദഗ്ധയായിരുന്നു ഖദീജത്തുൽ കുബ്ര. അവരൊന്ന് ഓർക്കണല്ലോ നമ്മളെ സാക്ഷി. അള്ളാഹുവിന്റെ റസൂൽ ജബനൂറിന്റെ മുകളിൽ പോയിരിക്കുമ്പോ രാവിലെ തന്നെ പാക്ക് ചെയ്യും പലഹാരങ്ങൾ. കാരണം ഖദീജാവിക്ക് റസൂലുള്ളാഹിന്റെ സന്തോഷം എന്താണോ അതാണ് ഖദീജാവിന്റെ സന്തോഷം. റസൂലുള്ളാഹിന്റെ ദുഃഖം എന്താണോ അതാണ് ഖദീജ ഉമ്മന്റെ ദുഃഖം. വേറൊന്നുമില്ല. ഖദീജാബി രോഗിണിയായ തന്നെ ഷീബ് അബീ ത്വാലിബിൽ 3 കൊല്ലാണ് അന്നം വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടത്. എന്തിന്റെ പേരിൽ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സമൃദ്ധിയിലെ രാജാത്തിയായിരുന്നു. റസൂലുള്ളാഹിനെ സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടുകാർ പുറത്താക്കി, ബഹിഷ്കരനായി. അള്ളാഹിന്റെ റസൂലും സഹധർമ്മിണിയും കൊച്ചുമോള് ഫാത്തിമ ബീവിയും റസൂലുള്ളാഹിനെ അംഗീകരിച്ചവരും എല്ലാരും മലന്റെ മുകളില് പൗരത്വം നഷ്ടപ്പെടാൻ പോവാണ്. നമുക്കും നഷ്ടപ്പെടാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോളി. ഞാൻ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തില്ല, നിങ്ങൾ ദ്വാരക്കണം. എന്തെന്നറിയോ? വർഗീയവാദികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടണം. എല്ലാരെയും ആവശ്യം. മറ്റേ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും ഞാൻ പറയണില്ല. വർഗീയവാദികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടണം. അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്, അവിടത്തേക്ക് അല്ലാഹു തആല കൊണ്ടുപോട്ടെ. ആമീൻ പറഞ്ഞോളി. വാളും പരിപാടി മദ്രസ ഒന്നും ഇനി നടക്കൂല. അതുകൊണ്ടാണ് ഇത് നമ്മൾക്ക് രാഷ്ട്രീയ വിഷയമല്ല, ഇത് നെഞ്ഞത്തേക്ക് അടിക്കണാണ്. ഇനി ഭരണം ഇതേ ആളുകൾ ഈ സ്വഭാവത്തിൽ ആവർത്തിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇനി ഒരു 2-3 കൊല്ലം കഴിഞ്ഞ ഈ യുദ്ധത്തിനൊന്നും വളരെ പ്രയാസമായി. അതുകൊണ്ട് ദുആ നമുക്ക് അത്യാവശ്യം. അള്ളാഹു ഇന്ത്യയെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തട്ടെ. കട്ടുമുടിക്കാത്ത ആളുകൾ അള്ളാഹു നാട്ടിൽ പ്രദാനം ചെയ്യട്ടെ. ഇന്ത്യയെ തന്നെ വെക്കും, ഭരണഘടനയൊക്കെ താറുമാറാക്കും. സ്വാർത്ഥതയാണ് ഭരിക്കുന്നത്. കയ്യൂക്കുള്ളവന് കാര്യക്കാരനാണ് ഇപ്പോ. അതാണിപ്പോ പാർലമെന്റിലൊക്കെ മുഴങ്ങണ ഓരോ പ്രസ്താവനകളും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. 3 കൊല്ലാണ് മലന്റെ മുകളിൽ കയറ്റിയത്. മലന്റെ മുകളിൽ നമ്മളെ പാരമ്പര്യമാണ്. സ്വന്തം നാട്ടുകാര്. എന്തിന്റെ പേരിൽ? ഈമാന്റെ പേരിൽ. ആ സമയത്ത് ഖദീജാബി ഉണ്ടായിരുന്ന ആ മലന്റെ മുകളിൽ തിന്നാൻ കിട്ടാതെ ഖദീജാബി കാട്ടിലെ ഇലകൾ പറിച്ചിട്ട് അതിന്റെ നീര് കുടിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് മുറിയായിട്ട് രോഗിണിയായത്. തിന്നാല്ലാതെ ഈമാന്റെ പേരിൽ രോഗിണിയായി വഫാത്തായ ആളെ പേരാണ് ഖദീജത്തുൽ കുബ്ര. താഴെ ഇറങ്ങിയോട് കൂടി ക്ഷീണിച്ചു, ചോഷിച്ചു, രോഗിണിയായി. ആട്ടും തുപ്പും പരിഹാസമാണ് നാനാഭാഗന്നു. ഒരാളോടും സങ്കടം പറയാനില്ല. കട്ടുമിങ്ങനെ കിടക്കണ ഒരു രംഗണ്ട് സോക്കടായിട്ട്. അല്ലാണ്ട് റസൂൽ തലക്കും ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ റസൂലുള്ളാഹിനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യം. അള്ളാന്റെ റസൂലിനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യം. ഒരിക്കൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലൈക യാ
رسول الله وسلم عليك يا حبيب الله മുസ്തഫ നബിയെ നോക്കി പറഞ്ഞു, അള്ളാന്റെ ഹബീബേ, ഈ പ്രയാസങ്ങളും പരിവട്ടവും പട്ടിണിയും കഷ്ടപ്പാടും നീങ്ങി നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരാനുണ്ട്. ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്ന ആളാണ് ഖദീജ ബീവി. അന്ന് നിങ്ങളുടെ ആ ഭാവിയും സന്തോഷവും കാണാൻ ഞാൻ ഉണ്ടാവുകയില്ലല്ലോ യാ റസൂലല്ലാഹ്. രോഗായിട്ട് കിടക്കുമ്പോഴും ഖദീജാവിന്റെ ടെൻഷന്, ഈ കഷ്ടപ്പാട് മാറിയിട്ട് മദീനയിലെത്തിയ റസൂലിന്റെ ഭരണാധികാരിയാൻ പോവാണ്, അത് കാണാൻ ഞാൻ ഇല്ലല്ലോ എന്നുള്ള, എനിക്ക് സോക്കടായല്ലോ എന്നുള്ളതല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ ഈ അവസ്ഥയിലായല്ലോ എന്നല്ലേ നമ്മളെ പെണ്ണുങ്ങൾ പറയാ. നിങ്ങളെ കൊണ്ട് ഞാനിപ്പോ ഈ അവസ്ഥയിലായി. നമ്മുടെ മക്കത്ത് ആരായിരുന്നു? വർത്തക പ്രമുഖയായിരുന്നു, ധനാഢ്യായിരുന്നു, സമ്പൽ സമൃദ്ധിയിലെ രാജാത്തിയായിരുന്നു. താഹിറ എന്ന് അബൂജാഹിൽ വിളിച്ചിരുന്ന ആളാണ്. ഇപ്പൊ നിങ്ങളെ കൊണ്ടല്ലേ മനുഷ്യ ഞാൻ ഈ അവസ്ഥയിലായതെന്നല്ലേ നമ്മളെ പെണ്ണുങ്ങൾ പറയാ. പക്ഷേ ആ അവസാന സമയത്ത് പറഞ്ഞ് നിങ്ങൾക്ക് നാളെ നല്ലൊരു ഭാവി വരാണ്ട്, അത് കാണാൻ ഞാൻ ഉണ്ടാവൂലല്ലോ എന്ന് പറയുമ്പോ കണ്ണീര് വാർക്കും. ഒപ്പം ഇരുന്നിട്ട് മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ വഫാത്തായാൽ നിങ്ങളെ കൈകൊണ്ട് എന്നെ നിങ്ങൾ കഫൻ ചെയ്യണേ, നിങ്ങളെ കൈകൊണ്ട് എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കണേ. നിങ്ങൾ കഫൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന സ്ഥലത്തൊരു കഫൻ തുണി വെച്ചിട്ടുണ്ട്, അത് തന്നെ എടുത്ത് എന്നെ കഫൻ ചെയ്യണേ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഖദീജ ഉമ്മ വിട വാങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ കഫൻ തുണി എടുക്കുകയാണ്. ചുരുട്ടി കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് വെച്ച കഫൻ തുണിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് അയക്ക് നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. കാരണം 12 സ്ഥലത്ത് തുന്നിയിട്ടുണ്ട്. ഇതാരാ ആള്? മക്ക കണ്ട ഏറ്റവും വലിയ പൈസക്കാരി, നാടൻ ഭാഷയിൽ പറഞ്ഞു, മക്ക കണ്ട ഏറ്റവും വലിയ പൈസക്കാരി. അവസാനം അള്ളാന്റെ റസൂലിനെ സ്വീകരിച്ചു. ഈമാൻ പുലുകി എന്നുള്ളതിന്റെ പേരില് പോയി 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 തിന്നാൻ കിട്ടാതായി ക്ഷീണിച്ച് രോഗിണിയായി മരിക്കണ സമയത്ത് എന്നെ പൊതിയാൻ എടുത്തുവെച്ച ശീല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വഫാത്തായപ്പോ കഫൻ ചെയ്യാൻ വേണ്ടി തുണിയെടുത്തപ്പോ 12 സ്ഥലത്താണ് തുന്നിയിട്ടുള്ളത്. അയക്ക് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു ഐനുർ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ കണ്ണീരിറ്റിയ കഫൻ തുണിയിലാണ് പോയത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് ഖബർക്ക് ഇറക്കി വെച്ചത്. തിരിച്ച് വീട്ടിൽ വന്നപ്പോ അവിടെ മോളുണ്ട്, ചെറിയ കുട്ടിയാണ്. മോള് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ടാണ് കരയാൻ തുടങ്ങി. ഫാത്തിമ മോള് കരഞ്ഞിട്ട് വെച്ചു, അയിന ഉമ്മി യാ അബി, എന്റെ ഉമ്മ എവിടെ വാപ്പാന്ന് വെച്ചു. അയിന ഉമ്മി യാ അബി, ഉമ്മ എവിടെ വാപ്പാ എന്ന് ചോദിച്ച് പൊട്ടി പൊട്ടി കരയുന്ന സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. അപ്പോൾ മോളെ ചേർത്തി പിടിച്ച് തലയിൽ കൈവച്ച് കവിളുത്തുമ്മ വെച്ചുകൊണ്ട് മുത്തുനബി പറയുകയാണ്, മോളെ ഫാത്തിമ, കരയണ്ട ഫാത്തിമ, ഉമ്മുക്കി ഫിൽ ജന്നത്തി ഫീ ഖസ്രിൽ. മോളെ, നിന്റെ ഉമ്മ സ്വർഗത്തിൽ മുളക്കൊട്ടാരത്തിലാണ് മോളെ, മുളക്കൊട്ടാരത്തിലാണ് മോളെ. മുളക്കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി, നമ്മളെ നാട്ടിൽ ഈ കാണുന്ന മുളയാണോന്ന് ചോദിച്ചു. മുള പണ്ടല്ലേ മുളന്റെ കുറെ ഹോട്ടല്, അത് കാണാൻ നല്ല രസമാണ്. മുളക്കൊട്ടാരം നല്ല രസം ഉണ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മുള തന്നെയാണോന്ന് വെച്ചു. അല്ല മോളെ, ഈ ആദ്യം മുളയൊന്നല്ല,
അത് ആഖിറത്തിൽ പ്രത്യേകമായി ഉമ്മച്ചിക്ക് വേണ്ടി നെയ്തുണ്ടാക്കിയ വൈഡൂര്യത്തിനാലും മറ്റുള്ള മാണിക്യത്തിനാലും ഒക്കെ നിർമ്മിതമായ മനോഹരമായ മുളക്കൊട്ടാരമാണ്. ആ മുളക്കൊട്ടാരത്തിലാണ് നിന്റെ ഉമ്മ എന്റെ ഭാര്യ ഖദീജ മോളെ ഫാത്തിമ എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹു നമ്മൾ പറഞ്ഞത് ഖദീജ ഉമ്മയിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഈ നാട്ടിൽ ഉംറയ്ക്ക് പോകുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, ഹജ്ജിന് പോകുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ചരിത്രം ജന്നത്തുൽ ബഖയിൽ പോകുമ്പോൾ, ജന്നത്തുൽ മുഅല്ലയിൽ പോകുമ്പോൾ, മക്കയിൽ ആര് പോയാലും സന്ദർശിക്കുന്ന സ്ഥലമാണ് ജന്നത്തുൽ മുഅല്ല. അവിടെ പോകുമ്പോൾ അമീറന്മാര് പറഞ്ഞു തരും, ആ കാണുന്നതാണ് ഖദീജ ബീവിയുടെ ഖബർ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഞെടുങ്ങണേ, നിങ്ങളുടെ കാലുകൾ വിറക്കണേ. ഇത് പലഹാരത്തിന്റെ കെട്ടുമായി പാറക്കെട്ടിന്റെ നെറുകയിലേക്ക് മണവാളനായ മുത്ത് മുഹമ്മദ് മുസ്തഫാനെ തെരഞ്ഞ് വെയില് കൊണ്ടൊരു ഗർഭിണി നടന്നു പോയി റസൂലുള്ളാഹിനെ പോറ്റിയ നമ്മുടെ ഉമ്മയാണ് കിടക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഇരമ്പിക്കയറണേ. ഒരു ഓർമ്മയായി, ഒരു ജ്വാലയായി ഫാത്തിമത്തു സുഹ്റ ബത്തൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു അവരൊക്കെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ആ ചെറുപ്പക്കാരന്റെ ചരിത്രം മുഴുവനാക്കിയില്ല. 40-ാം ദിവസം ഇങ്ങനെ അങ്ങോട്ട് കരഞ്ഞിട്ട് ദ്വാരുന്നപ്പോ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചു. തങ്ങൾ എവിടെ എത്തി? എത്തൂലേ? നിങ്ങൾക്ക് മടുത്തോ? നിങ്ങൾ ഉറങ്ങണുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാ ഉറങ്ങുണ്ടാ? ഞാൻ പൊട്ടനായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ നമ്മൾ പൊട്ടന്മാരാവും ചിലപ്പോ. നാളെ ഇവിടെ വാത് പറഞ്ഞപ്പോ കുറെ പൈസ അവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പിരിക്കുകയാണ്. 10,000, 25,000. മുന്നേ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ എണീച്ചിട്ട് ഒക്കെ ഏൽക്കുന്നുണ്ട്. നോക്കുമ്പോ അവന് 2-3 ലക്ഷം ഏറ്റിട്ടുണ്ട്. ഞാൻ ദ്വാരക്കാൻ അങ്ങോട്ട് നിൽക്കുമ്പോ ഒരാൾ തോണ്ടിയിട്ട് പറഞ്ഞു, ദ്വാരക്കണ്ട, ഇവിടെ സുഖമില്ലാത്ത ആളാണ്. ഇത് ഉറങ്ങണങ്ങൾ വെച്ചിട്ട് ഞാൻ വാല് പറയാം, ഞങ്ങൾ എങ്ങനെ ഉറങ്ങാകുമ്പോ ശരിയാവൂലല്ലോ. ഉറങ്ങണില്ലല്ലോ. ഒരു 3 സലാത്തും കൂടി മദീനത്ത് കിട്ടാം. ഞാൻ നശീദല്ല നിങ്ങളെ സലാത്ത്. സുർലരികൾ മുസ്തഫ വാസിദി ഖാമതം ബിഹി. ദോഷങ്ങളുടെ പീഠങ്ങളും കീടങ്ങളൊക്കെ കരിഞ്ഞു ഒഴുകി പോട്ടെ. ഇതുകൊണ്ടേ പറ്റുള്ളൂ. സുർലരികൾ മുസ്തഫ വാസിദി ഖാമതം ബിഹി. زرتها من زاوية قلبك زلزال زال طه قلبي مذ أتيت وديا قافما طبعا وداد طه تالي اللي تالي تال وطولي തിളങ്ങിടും റൗള അതിൽനി പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാകിയോരെ പാക്ക് നഗാ താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താവിൻ ചാരെ ഞാൻ ലയത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇത് ജീവിതത്തിന്റെ കൈമുതലായാലേ എല്ലാ ഭാഗ്യം നമ്മളെ കൂടെയാണ്. എനിക്ക് ഇപ്പോഴത്തെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ മദീനത്ത് നിൽക്കുമ്പോഴേ റസൂലുള്ളാഹിന്റെ മദ് പറയാൻ വേണ്ടി കുറെ ആളുകൾ എന്നെ ക്ഷണിച്ചു. ഞാൻ ചിലപ്പോ ഒറ്റക്കാ പോവാ. അമീറായിട്ട് ഇപ്പൊ പോലില്ല. ആദ്യമൊക്കെ പോയിരുന്നു, ഇപ്പൊ പോലില്ല. ഇപ്പൊ ഒറ്റക്കാ പോവാ.
നീ തീരെ പോവില്ലാന്നൊന്നും പറയണില്ല, തോന്നിയാ പോകുമ്പോ പോവല്ലേ, വിളിച്ചാ പോവല്ലേ. അപ്പൊ ഞാൻ ഒറ്റക്ക് പോയത്. അപ്പൊ എന്നെ കണ്ടപ്പോ കുറെ മലയാളികളൊക്കെ കൂടി. അന്ന് റിഫാൻ ഷെയ്ഖിന്റെ ആണ്ടുള്ള റിഫാൻ ഷെയ്ഖിന്റെ ചരിത്രം മധുവൊക്കെ കൂടി പറയാൻ വിളിച്ചു, പറഞ്ഞു. അപ്പോ ചെങ്ങരംകുളത്തുകാരെ ഒരു തങ്ങളുണ്ട്, ഒരു കറുത്ത തൊപ്പിയൊക്കെ ഇട്ടിട്ട് മുന്നിലിരിക്കുന്നു. മൂപ്പരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വന്നത് വല്യപ്പാന്റെ അടുത്ത് മരിക്കാനാണ്. അടുത്ത് സംഭവിച്ചാണ്, കഴിഞ്ഞ റബീഉൽ ആഖിർ ഞാൻ വല്യപ്പാന്റെ അടുത്ത് മരിക്കാൻ വന്നാണ്, നിങ്ങൾ ദ്വാരക്കണം. ഞാനതൊരു വിഷയമാക്കിയില്ല, എല്ലാരും പറയണത് ഞാനും പറയലുണ്ട്. ഞാൻ അങ്ങനെ ലോക്കല് വർത്താനാക്കി. ഞാൻ എന്റെ സിയാറത്ത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തി. അപ്പണ്ട് ആ ഗ്രൂപ്പിലെ അമീർ റഫീഖ് ഫൈലി എന്ന് പറയും, വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ നമ്മളെ ചങ്ങരംകുളത്തെ അസംഗോയതങ്ങൾ റൗലയിൽ വെച്ച് മരിച്ചിരിക്കണ. എന്നോട് പറഞ്ഞതിന് പിറ്റേന്നാണ് മുമ്പ് അവിടെ വെച്ച് മരിക്കുന്നത്. ഇത് ഇന്നുള്ള അത്ഭുതമാണ്, ഇന്നുള്ള അത്ഭുതം. من أراد أن يموت بالمدينة فليمت لأني أشفع لمن مات بها. മദീനയിൽ വെച്ച് മരിക്കാൻ കൊതിക്കുന്നവർ കൊതിക്കട്ടെ. മദീനയിൽ എന്നെ സ്നേഹിച്ച് മരിച്ചു കിടക്കുന്നവർക്ക് എന്റെ പ്രത്യേകമായ ശുപാർശയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. അതിനത് ആരുന്നോളി അത്തിപ്പറ്റ ഉസ്താദേ എപ്പോഴും ആഗ്രഹിച്ചിരുന്നാണ് മദീനയിൽ വെച്ച് മരിക്കാൻ. അപ്പൊ നിങ്ങൾ പറയും, ഞാൻ പിന്നെ അവിടെ വെച്ചിട്ടല്ലല്ലോ എന്ന്. വേണ്ട, ഇപ്പൊ ഉള്ള സ്ഥലം മദീന ആയാൽ മതി. ഇപ്പൊ ഫത്തുൽ ഫത്തായിൽ നിന്ന് പോയോക്കാണി, അതിന്റെ ഉള്ളു നിറയെ മദീനിന്റെ മണായിരിക്കും. പക്ഷെ നമുക്ക് മണക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഒന്നുകിൽ അവിടെ വെച്ച് മരിക്കുക, അല്ലെങ്കിൽ മരിക്കണ സ്ഥലത്ത് ഖബർ മദീനയാവുക. നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക് വരുമല്ലോ മുഹമ്മദ് മുസ്തഫ, വരും. ഹദീസാണ്, ഹദീസാണ്. അതുകൊണ്ടാണ് അഹമ്മദ് റിളാ ഖാൻ 10,000-കണക്കിന് കവിത മുസ്തഫ നബിന്റെ മേലിൽ എഴുതുകയും പാടുകയും ചെയ്ത മഹാനാണ്, വലിയ ആരിഫ. അവര് മരിക്കണ സമയത്ത് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ഖബർ കുറച്ച് ആഴത്തിലാക്കണം എന്നാണ്, നല്ല ആഴം വേണം. കുട്ടി വെച്ച് എന്തിനാ വെച്ച്? അള്ളാന്റെ റസൂൽ വരുമ്പോ നീച്ചിക്കാനാണ്. നമ്മളങ്ങനെ വസിയത്ത് ചെയ്തരുത് കേട്ടോ, ശരിയല്ല. അത് ഇഷ്കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു വസിയത്തൊന്നുമില്ല, പക്ഷെ അത് ഫിഖ് അല്ല, അതിന്റെ മേലെ ഇഷ്കാണ്. അള്ളാന്റെ റസൂല് വരുമ്പോ ഞാൻ കിടക്ക നീച്ച് കണ്ടേ, ഇനി വലിയ ആഴത്തിലാക്കണോന്ന് പറയും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാരെ ഖബറിന്റെ ഉള്ളിലും വരും മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ചോദിക്കും, മാതാ തഖൂലു ഫി ഹാദാ റജുലി, ഈ ആളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കും. നമ്മളോടൊക്കെ ചോദിക്കുന്ന ആള്. ഞാൻ എന്റെ ഉമ്മാനെ എങ്ങനെ ഖബറിൽ വെക്കുന്ന രംഗുണ്ട്. എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 2 കൊല്ലായി. എന്റെ ആരോഗ്യത്തിന് കാവലിന്റെ ഉമ്മയായിരുന്നു. ഉമ്മാനെങ്ങനെ ഖബറിക്ക് ഇറക്കുമ്പോ ഞാനിങ്ങനെ മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ കണ്ണീര് വാർക്കുകയാണ്. പക്ഷെ ഞാൻ കണ്ണൊക്കെ വേഗം തുടച്ച് എനിക്കൊരു ധൈര്യം കിട്ടി. എന്താ അറിയോ, എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു, സാരില്ല, എന്റെ ഉമ്മ ഇപ്പൊ കാണും മുഹമ്മദ് മുസ്തഫാനെ. ഉമ്മാന്റെ ഖബറിക്കും വരും അല്ലാഹുവിന്റെ റസൂൽ. എന്റെ ഉമ്മ സലാത്തിന്റെ ആളായി, സൂറത്ത് യാസീന്റെ ആളായി. ഞാൻ രാത്രി വാള് കഴിഞ്ഞ് 2:30-3 മണിക്ക് വന്നാലും ഉമ്മ കയ്യിൽ തസ്ബീന്റെ മാലയും പിടിച്ചിട്ട് മൊക്കനിട്ടിട്ട് മുസല്ലിയിൽ ഇന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ, എന്റെ അമ്മാന്റെ മുമ്പിൽ റസൂലുള്ളാഹിനെ കൊടുത്തിട്ട് മലക്കുകൾ ധാരാന്ന് വെച്ചാൽ എന്റെ അമ്മ പറയും, ഇൻഷാ അല്ലാഹ് ഹാദാ ഹബീബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്. പിന്നെ ഞാൻ പോയിട്ട് കിടന്നുറക്കിയപ്പോൾ ഉമ്മാനെ കിനാവുണ്ട്. നല്ല ചൊങ്കത്തേജിന്റെ മുമ്പിൽ ഇങ്ങനെ വരുന്നു. അല്ലാഹു തആല നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾക്കൊക്കെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. നാളെ നമ്മൾ അതിൽ പോയി കിടക്കാനുള്ളവരാ. കുറഞ്ഞ മിടിപ്പുകളാണ് നമ്മൾ. ഈ മിടിപ്പാ നമുക്കുള്ളത്, ഈ ശ്വാസം. ഇതിന്റെ പേരാണ് റഹ്മാനി, പ്രസിഡന്റ്, സെക്രട്ടറി, പ്രഭാഷകൻ, പാട്ടുകാരൻ, എഴുത്തുകാരൻ, MLA, MP, മന്ത്രി. ഇതൊക്കെ ഈ മിടിപ്പിന്റെ പേരാണ്, ശ്വാസത്തിന്റെ പേരുവാ. ശ്വാസവും മിടിപ്പും നിലച്ചാൽ മന്ത്രി അല്ല, MLA അല്ല, MP അല്ല, മയ്യിത്ത.
പിന്നെയുള്ള ജീവിതം ആൺകുട്ടികളുടെ ജീവിതം. അവിടെയാണ് ചെത്തിപ്പൊളിക്കേണ്ടത്, അവിടെയാണ് വിജയ ശ്രീലാളിതനാവേണ്ടത്, അവിടെയാണ് പോകുമ്പോ തന്നെ മുദ്രാവാക്യം മുഴക്കേണ്ടത്. കദ്ദിമൂനി, ഇതൊന്നും മുദ്രാവാക്യമല്ല, മുദ്രാവാക്യം അതാണ്, കദ്ദിമൂനി കദ്ദിമൂനി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നിങ്ങൾ വിടരുത്. വിട്ടോ? നിങ്ങൾ വിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല. 40ാമത്തെ ദിവസം ഈ ചെറുപ്പക്കാരൻ, എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ്? കബറ് മാന്തിയിട്ട് സുന്ദരിയായ പെണ്ണൊരുത്തിയുടെ മയ്യത്ത് പുറത്തെടുത്തുകൊണ്ട് മയ്യത്തിനെ വ്യഭിചരിച്ച ഏറ്റവും വലിയ തമ്മാടിയായ ചെറുപ്പക്കാരൻ അല്ലാ 40ാമത്തെ ദിവസം പടച്ചവനോട് നെഞ്ചു പൊട്ടി കെഞ്ചുകയാണ്, അല്ലാഹുവേ എന്റെ തെറ്റ് നീ പുറത്തു തന്നെങ്കിൽ നിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് അതൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. ഇല്ലെങ്കിൽ എന്നെ നീ ഒരു തീനാളം ആകാശത്തിൽ നിന്ന് ഇറക്കിയിട്ട് എന്നെ നീ കരിച്ചു കളയണേ അല്ലാ. രണ്ടാലൊന്ന് നീ ചെയ്യണേ അല്ലാ. അൻസാരി കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ പെണ്ണിന്റെ മൃതദേഹം പുറത്തെടുത്ത് അതിനെ ഭോഗിച്ച ഈ ചെറുപ്പക്കാരന്റെ നിലവിളി പടച്ചവൻ കേൾക്കുകയാണ്. ജിബ്രീലിനെ ഇറക്കുകയാണ്. ജിബ്രീല് മുത്തുനബിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാന്റെ സലാം കൈമാറുകയാണ്. ജിബ്രീൽ മുസ്തഫ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്നെ അയച്ചതാണ് നബിയേ, എന്നെ നിങ്ങളിലേക്ക് അയച്ചത് അല്ലാഹു ആണ്. എന്താണ് ജിബ്രീൽ അല്ല പറഞ്ഞേ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞ 2-3 വർത്താനുണ്ട്. അറിയോ മുത്തനബിയെ? അല്ലാഹ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങളാണോ ജനങ്ങളെ സൃഷ്ടിച്ചത്, പടച്ചോനാണോ? ഓ, വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യത്തിന് കാരണം ഈ തമ്മാടിയായ ചെറുപ്പക്കാരനെ നിലം വിളിയാ. ഇനിയുള്ള ദിവസം വേണ്ടത് ഈ കരച്ചിലാണ്. അതിനാണിത് പറയുന്നത്. ഈ സംഭവം തന്നെ ഉദ്ധരിച്ച ചില കിതാബിൽ ചില മഹാന്മാര് പറയുന്നുണ്ട്, ശവത്തിനെ വ്യഭിചരിച്ചതിനേക്കാളും കടുപ്പാണ് ജീവുള്ള പെൺകുട്ടിനെ വ്യഭിചരിക്കുക. കാരണം അതേതായാലും ശവാണ്, ഇങ്ങോട്ട് പ്രതികരണം ഇല്ലല്ലോ. മയ്യത്ത് പ്രതികരിച്ചു എന്ന റിപ്പോർട്ടിലുണ്ട് കേട്ടോ. ആ മയ്യത്ത് ചീത്ത പറഞ്ഞൊക്കെ ഉണ്ട്, അതിൽ ഇയാളെ തലക്ക് കയറിയതാന്നൊക്കെ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ മയ്യത്ത് പൊതുവെ ഇങ്ങോട്ട് പ്രതികരിക്കൂലല്ലോ. അപ്പൊ ഇങ്ങോട്ട് സമ്മതമില്ലാതെയാണ് ആ ചെയ്തത്. ജീവുള്ള ശരീരത്തിന് വ്യഭിചരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമുണ്ട്. അപ്പൊ ഇതിനേക്കാളും ഗൗരവം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ജിബ്രീൽ ഇസ്ലാം ഒരു 1.5 ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണെന്നറിയോ? നിങ്ങളാണോ ജനങ്ങളെ സൃഷ്ടിച്ചത്, പടച്ചോനാണോ? അള്ളാന്റെ റസൂൽ കൈമലർത്തി, എന്നെയും ജനങ്ങളെ മൊത്തം സൃഷ്ടിച്ച ഖാലിഖ് റബ്ബല്ലേ ജിബ്രീലെ, പിന്നെ എന്താണ് ഇപ്പൊ ഈ ചോദ്യം? ഓക്കെ, ചോദ്യം നമ്പർ 2. നിങ്ങളാണോ ജനങ്ങൾക്ക് അന്നം കൊടുക്കണേ, പടച്ചോനാണോ? എനിക്കും തീറ്റ തരുന്നത് ജനങ്ങൾക്കും തീറ്റ തരുന്നേ പടച്ചോനല്ലേ? ഓക്കെ, ചോദ്യം നമ്പർ 3. നിങ്ങളാണോ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്, പടച്ചോനാണോ? ചോദ്യം ഇതാണ് ലക്ഷ്യം. ജനങ്ങൾക്ക് എല്ലാം പുറത്തു കൊടുക്കണേ നിങ്ങളാണോ, പടച്ചോനാണോ? തവ്വാബ് റബ്ബാണല്ലോ ജിബ്രീൽ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാലേ നിങ്ങളിരുന്ന് കരഞ്ഞ് നിങ്ങളെ ആട്ടിയ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഓൻ അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്തിക്കണ്, എന്നിട്ട് വിളിക്കാൻ പറഞ്ഞിക്കണ് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനരായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആരെയാണ് ഇപ്പൊ തിരിച്ചു വിളിക്കണത്? മുമ്പ് നാട്ടിയ ആളെ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് തിരിച്ചു വിളിച്ച വിവരം സ്വഹാബാക്കൾ ഈ ചെറുപ്പക്കാരനോട് പോയി പറയുകയാണ്. അപ്പോൾ ഉണ്ട് മലമുകളിൽ നിന്നൊരു വരവ് വന്നിട്ട് റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ച് കരയുകയാണ്.
അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ ഇനി കരയണ്ട, നിന്റെ തെറ്റ് പടച്ചവന് പുറത്തു തന്നതായി ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ വിവരം നിനക്ക് കൈമാറുകയാണ്. ഇനി 4 ദിവസമേ മഗ്ഫിറത്തിന്റേത് ബാക്കിയുള്ളൂ. നിങ്ങളെ ഹൃദയങ്ങളിലൊക്കെ മുഴങ്ങട്ടെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹിനോട് കരഞ്ഞ് മാപ്പിരക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. ഞാൻ ലേസം കരഞ്ഞോളി. ആരെ തെറ്റാണ് പടച്ചോൻ പുറത്തു തരാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ലക്ഷണമുണ്ട്. തെറ്റ് ചെയ്ത തമ്മാടികൾ 2 ഐറ്റാണ്. ഒരു വിഭാഗത്തിന് അവർ ചെയ്ത തെറ്റിൽ ബേജാറ് കൂടിയിട്ട്, ഹദീസിലുള്ള അങ്ങനെയാണ്, ബേജാറ് കൂടിയിട്ട് തലന്റെ മുകളിൽ ഒരു വലിയ കരിമ്പാറക്കെട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്ന, എപ്പോഴും വീഴ എപ്പോഴും വീഴ എപ്പോഴും വീഴ, ബേജാറ്. ഓന്റെ തെറ്റുകളൊക്കെ അള്ള പുറത്തു കൊടുക്കും. അവന് ബേജാറാണ്. അതിനാണ് തൗബ എന്ന് പറയും. ഈ ബേജാറ് കയറുന്നതിനെ തൗബ എന്നറിയാം, വാചകടിക്കല്ല. തൗബ എന്നുള്ളതിന്റെ അർത്ഥം അതാ, പശ്ചാത്താപം. താപം എന്ന് പറഞ്ഞാൽ ചൂടിനാ, സൂര്യതാപം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂടിനാ പറയാം താപം. ബേജാറ് കയറുന്നതിനാ തൗബ എന്ന് പറയും. ചില ആളുകൾ തെറ്റോർത്തിട്ട് നെറുന്തന്റെ മുകളില് കരിമ്പാറക്കെട്ട് ഇങ്ങനെ നിൽക്കണായി തോന്നും, എപ്പോഴാ വീഴ എപ്പോഴാ വീഴ. ചില ആളുകൾ തെറ്റുകൾ ഓർക്കുമ്പോ മൂക്കിന്റെ മേലെ വന്നിരിക്കണ ഈച്ചയെ പോലെ കാണും. അവ വന്നിരുന്ന ആട്ടും, അതിനാ പിന്നെ വരും, പിന്നെ ആട്ടും. അങ്ങനെ മൂക്കിന്റെ മേലെ ഈച്ച ഇരിക്കണ പോലെയാണോ തെറ്റുകൾ തോന്നണമെങ്കിൽ പുറത്തിട്ടാൻ പ്രയാസം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മളെ എങ്ങനെയാ കാണുന്നത്? ബേജാറോടെ കാണുന്നുണ്ടോ? മൂക്കിന്റെ മുമ്പിൽ വന്നിരിക്കണ ഈച്ചയെ പോലെ കാണുന്നുണ്ടോ? മൂക്കിന്റെ മുമ്പിൽ വന്ന് മൂക്കിന്റെ മേലെ ഇരിക്കുന്ന ഈച്ചയെ പോലെയാണോ ചെയ്ത തെറ്റുകൾ കാണണമെങ്കിൽ പേടിച്ചോളി, നിങ്ങളല്ല ഞാന്, പുറത്തിട്ടൂല. നേരെ മറിച്ച് തെറ്റുകളൊക്കെ സംഭവിച്ചു ബേജാറിങ്ങനെ കൂടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ക്ലിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അല്ലാഹു തആല നമ്മളെല്ലാ തെറ്റുകളും പുറത്തേറ്റ് ആമീൻ പറയും. അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തേറ്റ് ആമീൻ പറയും. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒഴിഞ്ഞിരുന്ന് കരഞ്ഞോളി. പഴയ കാലത്ത് കുറെ കാരണന്മാരുണ്ടായിരുന്നു. ഓല പണി മഗ്ഫിറത്തിന്റെ 10ലും എത്തക്കിന്റെ 10ലും കരയൽ തന്നെ ആയിരുന്നു. കാരണം എന്റെ വാണിനൂര് ഞാൻ ഇടയ്ക്ക് പറയലുണ്ട്, അയാളെ മമ്മൂട്ടിയേജ്. ഞാൻ മദ്രസ പഠിക്കുന്ന കാലത്ത് ലുഹാന്റെ സമയത്ത് പള്ളിന്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടു. പോയോക്കുമ്പോ ഒരു വാതിലിന്റെ മൂലക്ക് ഇരുന്നിട്ട് മമ്മൂട്ടിയേജ് കരയാണ്. കർച്ചീപ്പെടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ട് കണ്ണൊക്കെ ചോന്നിക്കണ്, ചോരച്ചിക്കണ്, കരഞ്ഞിട്ട്. ഈ മനുഷ്യൻ മരിച്ചത് റമളാന്റെ 27-ാം രാവിലെ ചിരിച്ചിട്ടാണ് മരിച്ചത്. ആള് മരിച്ചെടുക്കുമ്പോ മുഖമൊക്കെ അങ്ങോട്ട് പ്രകാശായി. അതാ കരച്ചില. കരഞ്ഞാ തീരാത്ത ഒന്നുമില്ല. കരഞ്ഞാ പിന്നെ അവൻ ഏറ്റെടുത്തത് സാധാരണക്കാരനല്ല, മുഹമ്മദ് മുസ്തഫയാണ്. ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞവൻ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞോ നരകത്ത് പോകില്ല എന്ന് അള്ളാഹിന്റെ റസൂല് പറയും. അള്ളാഹു തആല അവനെ ഓർത്ത് കരഞ്ഞ് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. നമ്മളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളാണെങ്കിൽ ഒരാളെ നമ്മളോട് ഒരു തെറ്റ് ചെയ്ത് പൊറുക്കും, രണ്ടാമത്തെ ചെയ്ത് പൊറുക്കും, അതന്നെ മൂന്നാമത്തും ചെയ്താൽ മാന്യനാണെങ്കിൽ പൊറുക്കും, പിന്നെ ചെയ്താൽ പറയും 3 പ്രാവശ്യം പൊറുത്തന്നില്ലേ എനിക്ക് തന്നെ പണി, ഈ ബൈക്ക് ഇന്നെ കിട്ടൂല. എന്നാ നമ്മളെ തെറ്റ അള്ള 1 വട്ടാണോ 2 വട്ടാണോ 3 വട്ടാണോ 4 വട്ടാണോ 5 വട്ടാണോ 10 വട്ടാണോ 100 വട്ടാണോ പൊറുക്കണത്? ചെയ്തതന്നെ പിന്നെയും പിന്നെ ചെയ്യാം. അതിനാലോ മഗ്ഫിറത്തിന്റെ വടക്ക് എല്ലാ കൊല്ലത്തിലും തരുന്നത് അല്ല, ഒരു കൊല്ലത്തിൽ തന്നാ പോരെ മഗ്ഫിറത്ത്. അള്ള അങ്ങോട്ട് പാസ്സാക്കാൻ നോട്ടാ. ഹയാത്തിൽ ഒരാൾക്ക് മഗ്ഫിറത്തിന്റെ 10 ഹയാത്തിൽ 1 പ്രാവശ്യം കിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ കുടുങ്ങിയില്ല. അള്ളാഹ്ക്കറിയാം മഗ്ഫിറത്തിന്റെ 10 കരഞ്ഞാല് ഹംക്കുകൾ
പിന്നെയും ഒപ്പിക്കുന്ന അള്ളാഹ്ക്കറിയ. അതിനാണ് പിറ്റത്തെ കൊല്ലം പിന്നെയും തരണേ. എത്ര സ്നേഹമുള്ളവനല്ലേ റബ്ബ്. എത്ര എണ്ണം തെറ്റാണെങ്കിലും പടച്ചോന്റെ മാഫറത്തിൽ വലിപ്പം കൂടൂലല്ലോ. തെറ്റ് വലിപ്പം കൂടൂല. തെറ്റ് ചെറുതും മാഫറത്ത് വലുതുമാണ്. ശിർക്കല്ലെങ്കിൽ ശിർക്ക് പിന്നെ നമ്മളാരും മുശ്രിക്കീങ്ങളല്ലല്ലോ. മക്കബറി പോയത് മുശ്രിക്ക. അങ്ങനെയാണ് ഇവിടെ മോഹിദീങ്ങള് ഒരു കുറച്ച് 10-12 ഇയ്യാമാറ്റകൾ ഉണ്ടാവും. ആരവിടെ മക്കബറി പോവാത്തത്? അത് വിവരക്കേടാ. അവരെ നമ്മളൊക്കെ അള്ളാഹു നന്നാക്കട്ടെ. ബാക്കി എന്ത് തെറ്റാണെങ്കിലും തൗബയാണെങ്കിലും ഒക്കെ മായ്ക്കപ്പെടും. ഒരു സംശയം വേണ്ട. അള്ളാഹു പക്ഷെ എന്താ പിന്നെ തെറ്റ് ചെയ്തെന്ന് ശപഥം ചെയ്ത് കൊള്ളിട്ട് മുറിക്കണം. അതാണ്. പിന്നെ ചെയ്യരുത്. അതാണ്. ഈ കൊടിഞ്ഞിലൊരു കുഞ്ഞാവുണ്ടേ, വെള്ളിയാഴ്ചയിൽ കള്ളുടിച്ചിട്ട് ഷെഡിട്ടിട്ട് കക്കാട് ജുമാഅത്ത് പള്ളിന്റെ മുമ്പ് കൂടി സെക്സ് പാട്ടുപാടി നടന്നിരുന്ന ആളാണ്. ഓൻ മരിച്ചത് 3 വട്ടം നിക്കറല്ലിട്ട കൊടിഞ്ഞി കുഞ്ഞാവ. കൊടിഞ്ഞി കുഞ്ഞാവേ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ തമ്മാടിയാണ്. മൂപ്പര് മരിച്ചത് ഷാബാന്റെ അവസാനത്തിൽ 3 വട്ടം നിക്കറല്ലിട്ട. കാരണം എന്താ? കുഞ്ഞാവ വഴിവെട്ട ജീവിതം നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഞ്ഞാവാക്ക് ബോധം വന്നു. കുഞ്ഞാവ പള്ളി കയറിയിട്ട് കരഞ്ഞ് തൗബ ചെയ്തു. പിന്നെ കുഞ്ഞാവ കള്ളുടിച്ചില്ല, വ്യഭിചരിച്ചില്ല. പിന്നെ കുഞ്ഞാവ ആരെയും അടി കൂടിയില്ല. പിന്നെ കുഞ്ഞാവ നല്ല കോലത്തിലായി, വൈകാതെ മരിച്ചു. 3 വട്ടം നിക്കറല്ലിട്ട്. അള്ളാഹു നമ്മളെ മരണം നന്നാക്കി തരും. അങ്ങനെ അള്ളാഹ് ഗഫാറാണ്. അള്ളാഹ്ക്ക് തെറ്റ് വലിപ്പം കൂടൂല. പൊറുക്കാൻ തീരുമാനിച്ച വലിപ്പം കൂടൂല. റഹ്മത്ത് കൊണ്ട് കിട്ടിയ വലിപ്പം കൂടൂല. കിട്ടണം. പേടിയാണ്. അവസാന ശ്വാസം വരെ പേടിയാണ്. എന്താവും അന്താളിപ്പോണം. നമ്മളെ കാര്യം നമുക്ക് അറിയില്ല. അതിന് ദ്വാരക്കണം. തെറ്റുകളിൽ നിന്നൊക്കെ മാറിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളെങ്ങാനും പറയാണ്, ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ തൗബ ചെയ്താൽ ഞാനേ പൊറുക്കും. അതെന്നെ ആവർത്തിച്ചാൽ പിന്നെ പൊറുക്കൂല. ഇത്ര തെറ്റെന്നുള്ള കണക്കേ ഇല്ല. ഇത്ര തെറ്റെന്ന് വെച്ചാൽ കുടുങ്ങിയില്ലേ കൂട്ടരെ. അതിനിപ്പുറത്ത് എന്ത് ചെയ്ത്? നന്മക്ക് 1-ന് 10 കൂലി, തെറ്റിന് 1-ന് ഒറ്റ ശിക്ഷ. ഇത് നേരെ കീക്കാൻ തൂക്കായാൽ ആരാ രക്ഷപ്പെടുക? ഒരു നന്മക്ക് ഇപ്പൊ ഇവിടങ്ങളിൽ ഇരുന്നില്ലേ, ഇതിന് 10 മജ്‌ലിസിൽ ഇരുന്ന കൂലിയാണ്. ഒരു സലാത്തിന് അള്ളാഹിന്റെ അടുത്ത് 10 എന്ന് പറഞ്ഞാൽ ആ 10-നെ പിന്നെയും 10 കൊണ്ട് ഗുണിക്കണം. ആ കാരണം സാധാരണ 10 അല്ലേ. സാധാരണ എല്ലാരും വരും കർമ്മ പോയ 1 ലക്ഷം കൂലിയാണെന്ന്. അല്ല, 1 ലക്ഷം അല്ല, 1 ലക്ഷം അല്ല. മസ്ജിദുൽ അക്സയിൽ 1000, മസ്ജിദുൽ അക്സയിൽ 1000, മസ്ജിദ് നബവിയില് ആ 1000-ന്റെ 1000 ആണ്. അപ്പൊ 10 ലക്ഷം മദീന പള്ളിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ 1 ലക്ഷം ഇത് ഇതുകൊണ്ട് ഗുണിക്കണം. അപ്പൊ 10,000 കോടി കൂലിയാണ് ഹറമില്. മക്കത്തെ ഹറമിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയല്ല, 10,000 കോടി റക്അത്ത് നിസ്കരിച്ച കൂലിയാ. ഇത് എവിടെ ഉണ്ട്? ഇബ്നു ഹജർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അള്ളാഹ് തീരുമാനിച്ചത്. എങ്ങനെയെങ്കിലും അടിച്ചു കയറട്ടെ. അതിനാണ് ഈ നോമ്പും സംഗതികളൊക്കെ തന്നത്. ഒന്ന് കണ്ട് കരഞ്ഞ പടച്ചോന്റെ കഴിഞ്ഞു. ഞാൻ അടിമകളേറ്റ് പടപ്പുകളേറ്റുണ്ടെങ്കിൽ നോക്കിയാൽ മതി. കഴിഞ്ഞിട്ടില്ല ഇവിടെ. ആയിക്കോട്ടെ, വളരെ നന്നായി. അങ്ങനെ തങ്ങള് വരണേനിടക്ക് നിർത്തിയാൽ അതവുകടല്ലേ എന്നൊക്കെ നീട്ടി. എനിക്ക് വേറെ സ്ഥലത്ത് പരിപാടിക്ക് എത്താണ്ട്. അപ്പൊ മജ്‌ലിസുനൂർ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് റമളാനില്. ഇനി അള്ളാഹുവിന്റെ യോഗം ഉണ്ടെങ്കിൽ പങ്കെടുക്കണം. ഞാൻ ഇവിടെ കാരണം ഞാൻ ഇപ്പോ ലാസ്റ്റ് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് പറഞ്ഞു തുടങ്ങിയത്. അള്ളാഹിന്റെ മഗ്ഫിറത്തും അത് തീരൂല. അതുകൊണ്ട് ഇത് തീർത്തിട്ട് എന്റെ വിഷയം അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊട്ട് തീരലുണ്ടാവില്ല. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.